നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് അരൂരിലെ വീടുകളിൽ വ്യാപകമായ മോട്ടോർ പമ്പ് മോഷണം. അധികാരികൾ സത്വരവുമായി ഇടപെടണം. അരൂർ നിവാസികളുടെ മോട്ടോർ പമ്പ് വീടിന് പുറത്താണെങ്കിൽ സൂക്ഷിക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ കുടിവെള്ളം മുട്ടിയിരിക്കും. അരൂരിൽ വ്യാപകമായാണ് മോട്ടോർ പമ്പ് മോഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അരൂർ 5-ാം വാർഡിൽ ആട്ടുപള്ളി ക്ഷേത്രത്തിന് സമീപമുള്ള 4 വീടുകളിലെ മോട്ടോർ പമ്പുകളാണ് മോഷണം പോയത്. ഒരെണ്ണം പകൽ സമയത്താണ് നഷ്ടപ്പെട്ടത്. മുക്കമ്പത്ത് ആനന്ദാമ്മയുടെയും നെടുമുറിയിൽ രതിക്കുട്ടിയുടെയും ദേവസ്വം ചിറയിൽ രവീന്ദ്രൻ പിള്ളയുടെയും മോട്ടോർ പമ്പുകളാണ് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടതായി പരാതി ഉയരുന്നത്. പരിസരത്തുള്ള വീടുകൾ പരിശോധിച്ചതിൽ ആൾതാമസമില്ലാത്ത ചിറ്റയിൽ അനീഷിന്റെ വീടിന് പുറകിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോർ പമ്പ് നഷ്ടപ്പെട്ടതായി സംശയിക്കപ്പെടുന്നു. കഴിഞ്ഞ മാസം 7-ാം വാർഡിൽ മുട്ടത്ത് രാജേഷിന്റെ മോട്ടോർ പമ്പ് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി പരാതി അരൂർ പോലീസിൽ നൽകിയിട്ട് നാളിതേവരെ കള്ളനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞത്. രാവിലെ കുളിയും കഴിഞ്ഞാൽ വെള്ളം അടിച്ചു വെച്ചിന് പോയായിരുന്നു. ഞാൻ ഉച്ചക്ക് ചോറുണ്ണാൻ വന്നില്ല. അടുത്ത വീട്ടിൽ ഒരു അടിയന്തരം ഉണ്ടായിരുന്നു. അവിടെ പോയി പിന്നെ വൈകുന്നേരം 5 മണിക്കാണ് വന്നത്. വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വെതറിക്കിടപ്പുണ്ട്. ഓടൊക്കെ എടുത്ത് മാറ്റിയിട്ട് സീറ്റൊക്കെ ഇട്ട് അത് മുറിച്ച് ഇന്നലെ രാവിലെ 9 മണിയപ്പോൾ 8:45 ഞങ്ങൾക്ക് 9 മണിക്ക് ഫോട്ടോ എടുക്കാൻ തുടങ്ങപ്പില്ല. അപ്പോൾ ഞാനിവിടെ നിന്നുമ്പോൾ 8:45. അപ്പോൾ കുളിച്ച് ബാത്റൂമിൽ വെള്ളമൊക്കെ വെച്ച് ആണ് ഞാൻ പോയി പാട്ട്. അപ്പോൾ ഇതിൻ്റെ 5 മണിക്കാണ് ഞാൻ വന്നത്. 2 പേരെ വന്നിട്ട് പേര് കെട്ടാനടി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ മകനോട് ചോദിക്കണം, എനിക്ക് സ്ഥിരം കെട്ടുകാരുണ്ടെന്ന് ഞാൻ പറയുന്നത്. അറിയാനൊന്നുമില്ല, ഞാൻ അവരെ കണ്ടിട്ടുമില്ല. കഴിഞ്ഞ് പോകുമ്പോൾ 3 പേര് ആ വടക്കേ ഒരു സർപ്പക്കാവുണ്ട്, അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആട്ടുപള്ളി അമ്പലം അവരുടെ ചോദിച്ചു സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ആട്ടുപള്ളി അമ്പലമാണെന്ന് പറഞ്ഞു. അവരെല്ലാം വിശദമായിട്ട് ചോദിച്ചില്ല, അവർ പോവുകയും ചെയ്തു. രണ്ട് ദിവസമായി വന്നിട്ട് നോക്കിയിട്ട് ഇന്നലെ രാത്രി പോയതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ അടുത്ത വീട്ടിൽ ഒരു മോട്ടോർ പോയതായിട്ട് അവർ വിവരമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. ഇവിടെ നോക്കിയപ്പോഴേക്കും വേറെ ഒരു മോട്ടറും കൂടി അടിച്ചുള്ളത് കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കഴിഞ്ഞത്. ഇത് സ്റ്റാൻഡ് ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോയിരിക്കുക. പൈപ്പ് കണക്ഷൻ മുഴുവൻ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 10-15 വർഷമായിട്ട് വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വൈഫിൻ്റെ വീടാണ്. വൈഫിൻ്റെ അമ്മ പെരുമ്പളത്ത് അനിയത്തിയുടെ കൂടെ താമസം. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് ഈ വീട് പണിത കാലം മുതൽ 10-25-30 വർഷമായി വീട് പണിതിട്ട്. ഈ ഇത്ര വർഷമായിട്ട് ഇവിടെ തന്നെ ഈ സ്ഥാനത്ത് തന്നെയാണ് മോട്ടർ ഇരിക്കുന്നത്. ഇതുവരെ നമുക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ രാവിലെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു മോട്ടർ കാണുന്നില്ല, മോട്ടർ സ്വിച്ച് ഇട്ടപ്പോഴത്തേക്ക് മറ്റേ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു നോക്കിപ്പോഴാണ് കാണുന്നത്. ഇനി എന്തോ ആയിക്കോട്ടെ, നമ്മളീ പറഞ്ഞ പോലെ അടുത്ത വഴി നോക്കേണ്ട അവസ്ഥയാണല്ലോ. കാരണം പുള്ളിക്ക് ബാത്റൂമിൽ പോകാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പുതിയ മോട്ടർ മേടിച്ചത് ഇപ്പോൾ ഇതിന് വൈകിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. എന്തായാലും സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് അധികാരികളോ ഇതിനു വേണ്ടിയ നിയമ നടപടികൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഇവിടെ ഒരു പട്രോളിങ് നടപ്പാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവരുടെ പോലീസ് സാന്നിധ്യം ഈ ഭാഗത്തുണ്ടെങ്കിൽ കുറച്ചുകൂടി മാറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 2 ദിവസം മുമ്പ് അപരിചിതർ വേലികെട്ടാനുണ്ടോ എന്ന് ചോദിച്ച് സമീപിച്ചതായും അരൂർ ആട്ടുപള്ളി ക്ഷേത്രത്തിന് സമീപം വിലാസം ചോദിച്ചുകൊണ്ട് 3 അപരിചിതർ എത്തിയതായും മോട്ടോർ നഷ്ടപ്പെട്ട മുക്കമ്പത്ത് വീട്ടിൽ ആനന്ദാമ്പ സൂചിപ്പിച്ചു. പകൽ സമയം അവർ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. രാത്രിയിൽ കൂട്ടിനാളുണ്ടാവും. രാവിലെ തൊഴിലുറപ്പ് ജോലിക്ക് പോയ ശേഷം തിരികെ 5 മണിക്ക് വന്നപ്പോഴാണ് മോട്ടോർ പമ്പ് നഷ്ടപ്പെട്ടതായി ആനന്ദാമ്പ തിരിച്ചറിഞ്ഞത്. മറ്റു മോട്ടോർ പമ്പുകൾ രാത്രി സമയത്താണ് നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. പോലീസും ബന്ധപ്പെട്ട അധികാരികളും എത്രയും വേഗം നടപടിയെടുത്ത് മോഷ്ടാക്കളുടെ ഭീഷണി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.